പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയമുറപ്പെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ. കുറഞ്ഞത് 5000 വോട്ടിന്റെ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയത് ബി.ജെ.പിയുടെ സംഘടനാ കെട്ടുറപ്പിനെ കൂടുതൽ ശക്തമാക്കുകയാണ് ചെയ്തതെന്നും സി കൃഷ്ണകുമാർ 24 പറഞ്ഞു. പാലക്കാട് നിന്ന് പ്രജിൻ സി കണ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പാലക്കാടിന്റെ നെഞ്ചെടുപ്പേറുന്ന മണിക്കൂറാണ് കടന്നു പോകുന്നത്. ഒരു കടുത്ത ത്രികോണ മത്സരം ഇവിടെ നടന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശ്രീ കൃഷ്ണകുമാറിനോടൊപ്പം കൃഷ്ണകുമാർ അങ്ങനെ നിയമസഭയിലേക്ക് എത്തുന്നത് ഉറച്ചു പറയുന്നു. എന്തുകൊണ്ട് അത്തരം ആത്മവിശ്വാസം? അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കുറഞ്ഞാലും ഞങ്ങളുടെ വോട്ടുകൾ പോൾ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് 180 ബൂത്തിലും അതിനായിട്ട് ഞങ്ങൾ പ്രത്യേക ഒരു പ്രവർത്തനം തന്നെ നടത്തിയിരുന്നു. അവസാന നിമിഷം വരെ ഞങ്ങളുടെ പ്രധാന ഭാരവാഹികൾ അത് മോണിറ്റർ ചെയ്യാനും ഏതെങ്കിലും ബൂത്തുകളിൽ അത് പോൾ ചെയ്യാൻ കുറവുണ്ടെങ്കിൽ അത് പോൾ ചെയ്യിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആത്മവിശ്വാസം. അപ്പോൾ നാളെ ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ള ഫലം അറിയാൻ. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ഭൂരിപക്ഷം എത്രയാണ്? ഞങ്ങളുടെ സംഘടനാപരമായിട്ടുള്ള വോട്ടുകൾ മാത്രം വെച്ച് 5,000 പ്ലസ്സാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സന്ദീപ് വാര്യരുടെ കൊഴിഞ്ഞുപോക്കിനെ കുറിച്ചാണ്. അത് പാർട്ടിയെ ഏത് രീതിയിലാണ് ബാധിച്ചിരിക്കുന്നത്? അല്ല, അതൊന്നും ഞങ്ങളൊന്നും ബാധിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും കൂടുതൽ പറഞ്ഞത് എന്താ, കർണകി നഗർ മൂത്താന്തറ ഭാഗത്ത് ആണ് എൻ്റെ അമ്മയുടെ വീട്. നുണപ്രചാരണമായിരുന്നു. ആ പ്രദേശത്ത് യാതൊരു ബന്ധുവില്ല. അതിന് 55-60 കിലോമീറ്റർ അപ്പുറത്താണ് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ വീട്. അവിടെ വലിയ തോതിലുള്ള കുറവ് വരും. അവിടുത്തെ നഗരസഭയിൽ 5-6 കൗൺസിലർമാർ പാർട്ടി വിടും. ഒരു ആൾ പോലും വീടില്ല, ഒരു ഇല പോലും കൊഴിഞ്ഞു വീണില്ലല്ലോ. മറിച്ച് ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള പോളിംഗാണ് ആ പ്രദേശങ്ങളിൽ നടന്നത്. എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറാണ് പ്രതികരിച്ചത്. വലിയ ആത്മവിശ്വാസത്തിലാണ് എൻ ഡി എ ക്യാമ്പ് ഇത്തവണ പാലക്കാട്.